ഹലോ ഗായ്സ്, അപ്പം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നാളെ അതായത് 13-ാം തീയതി നവംബർ 13-ാം തീയതി നാളെ വരാൻ പോകുന്ന UCL വരാൻ പോകുന്ന പേഴ്സിൽ പ്രൈം ടൈം എന്ന ഇവൻറ്റിൽ വരാൻ പോകുന്ന സാധ്യത പ്ലേയേഴ്സും അതുപോലെ 40 വേഴ്സ് ഇവൻറ്റിൻ്റെ 4th വീക്ക് നാളെ വരികയാണ്. അപ്പോൾ അതിൽ വരുന്ന പ്ലേയേഴ്സും അതുപോലെ നാഷണൽ സ്റ്റോറി ബ്രസീലോ പോർച്ചുഗലോ ഉള്ള നാഷണൽ സ്റ്റോർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ രണ്ടിലേക്കും ആയി വരുന്നത് സാധ്യതയുള്ള പ്ലേയേഴ്സിനൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് നമ്മളുടെ ഇതിന് മുമ്പത്തെ വീഡിയോ ഉണ്ടായിരുന്നു 150 ഷാർട്സ് എക്സ്ട്രാ ടൈമിൽ നിന്ന് കിട്ടുന്ന ട്രിക്ക്. പലവർക്കും എക്സ്ട്രാ ടൈമിൽ ഷാർട്സ് പിക്കൊക്കെ വേഗത്ത് 150 ഷാർട്സ് കിട്ടുന്ന ഷാർട്സ് നമ്മൾ 20, 40, 60 കിട്ടി കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പം പലവരും കുറേ വേണം, എന്നാലേ അവർക്ക് നമുക്ക് പ്ലേയേഴ്സിനെ സൂപ്പർ പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ട്രിക്ക് 150 ഷാർട്സ് കിട്ടാനുള്ള ട്രിക്കുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമുക്ക് അധികം നമ്മൾ ആ ട്രിക്ക് ഉപയോഗിച്ച് കിട്ടിയ കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ഷാർട്സ് കിട്ടി നമുക്ക്. അപ്പം എന്താ ഇതൊക്കെ ഇത് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ്. ഇങ്ങനെ ഇതേ ട്രിക്ക് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ 150 ഷാർട്സ് കിട്ടി. അതുപോലെ പിന്നെ വേറൊരു പ്രാവശ്യം കൂടുമ്പോൾ ഇതേപോലെ ഇത് വേണം. നമ്മളാ ട്രിക്ക് ഉപയോഗിച്ച് 40 ഷാർട്സ് 20 ഷാർട്സ് അതിൽ 100 ഷാർട്സ് വന്നില്ല. അതുപോലെ 150 ഷാർട്സ് അങ്ങനെ വന്ന് അതേപോലെ തന്നെയാണ് ഞാൻ കുറേ പ്രാവശ്യം വന്നിരുന്നത്. ആ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ 150 ഷാർട്സ് ഇങ്ങനെ കുറേ കിട്ടി. അപ്പോൾ ആ ട്രിക്ക് ഉപയോഗിക്കാൻ ട്രിക്കാരനെ നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണുക ആദ്യം. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ടതിലേക്ക് കിടക്കാം. അപ്പോൾ UCL പ്രൈം ടൈം എന്ന ഇവൻറ്റ് വരുന്നത് നാളെയാണ്. അപ്പോൾ ഈ ഇവൻറ്റിൽ വരാൻ കൺഫേം ആയ പ്ലേയേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൽ ഫസ്റ്റ് 113-ൻ്റെ CDM റൈസ് ആണ് നാളെ വരാൻ സാധ്യത പ്ലെയറാണ്. പിന്നെ 112-ൻ്റെ ക്യാം ഗ്രീസ്മാൻ നാളെ വരും. അതുപോലെ 112 CDM മിക്ടോമിനി, 112 ലെവൻഡോസ്കി, 112 ഓസിമാൻ, 112 RB പെഡ്രോ പോറോ, 112 റൈറ്റിംഗ് എസ്റ്റാവിയോ, 112 SG വോൾട്ടേമെയ്ഡ്, 112 CM ഗുറാം, ഇപ്പോൾ ഇതുവരെ പറഞ്ഞൊക്കെ ഇവരൊക്കെ വരാൻ സാധ്യത നാളെ കൺഫേം ആയ പ്ലേയേഴ്സാണ് വരുന്നത്. പിന്നെ വരുന്നത് 113 ന്യൂനോ മെഡൽസ് ഉണ്ട്. 113 ലെഫ്റ്റ് വിനീഷ്യസ് ജൂനിയർ, 113 SG ഹാളൻഡ്, 113 റൈറ്റ് വിങ് സലാഹ്, 113 ഗോൾ കീപ്പർ ന്യൂ ഇയർ ഒക്കെ നാളെ വരും. പിന്നെ 113 ഗോൾ കീപ്പർ കസില്ലസ് നാളെ വരും. 113 സെൻട്രൽ മിഡ്ഫീൽഡർ ഇനീസ് നാളെ വരും. 113 റൈറ്റ് ബാക്ക് സൽഗാഡോ നാളെ വരും. 113-ൻ്റെ CDM ഡെറോസിയും നാളെ വരും. അതുപോലെ 113-ൻ്റെ ഗോൾ കീപ്പർ വാൻഡസറും നാളെ വരും. 113-ൻ്റെ എസ് റൊണാൾഡോയും വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ UCL കൺഫേം ആയ പ്ലേയേഴ്സ്. ഒന്നുകൂടി കാണിച്ചാൽ വാൻഡസർ, റൊണാൾഡോ, ഡെറോസി, സൽഗാഡോ, കസില്ലസ്, ന്യൂ ഇയർ സലാഹ്, ഹാളൻഡ്, വിനീഷ്യസ്, ന്യൂനോ മെൻഡസ്, റൈസ്, ഗ്രീസ്മാൻ, മിക്ടോമിനി, ലെവൻഡോസ്കി, ഓസിമാൻ, പെഡ്രോ പോറോ, എസ്റ്റാവിയോ, വോൾട്ടേമേറ്റ്, തുറാം എന്നിവരാണ് നമ്മൾ നാളെ UCL പ്രൈം ടൈം എന്ന ഇവൻറ്റിൽ വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ്. സാധ്യതയല്ല, കൺഫേം ആയ പ്ലേയേഴ്സാണ് ഇവരൊക്കെ നാളെ വരുന്ന കൺഫേം ആയ പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ ഇവൻ്റ് എങ്ങനെ വരും നമുക്ക് ഉറപ്പില്ല. അപ്പം ഈ ഇവൻറ്റിൽ കൺഫേം ആയ പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്. ഇതിൽ നമുക്ക് ഈ ഏറ്റവും 113 ഗോൾ കീപ്പർ വാൻഡസറും 113 റൊണാൾഡോയും വരുമെന്നാണ് ഏറ്റവും ബെസ്റ്റായി എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളെ ഡെറോസി, സൽഗാഡോ ഒക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്ന കാർഡ് വരുന്നത് ഒരു ബെസ്റ്റായിട്ടാണ്. കസിലസിൻ്റെ കാർഡ് വരുന്നുണ്ട്, ഇനിയസ്റ്റൻ്റെ വരുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ കാർഡ് ആലോചിക്കുക, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ന്യൂ ഇയറിൻ്റെ ഒരു 113 റൈറ്റുള്ള കാർഡ് വരുന്നത്. അപ്പോൾ അതും കൂടി ഒരു നല്ലൊരു UCL നാളെ വരുമെന്ന് കൺഫേം ആയൊരു കാർഡ് തൊട്ട്. പിന്നെ സലാഹിൻ്റെ 113 റൈറ്റിൽ കാണും. പിന്നെ ഹാളൻ്റെ കാർഡ് വരുന്നുണ്ട് 113, വിനീഷ്യസിൻ്റെ 113, ന്യൂനോ മെൻഡസ്. ഇങ്ങനത്തെ ഇവരൊക്കെയാണ് ഇവരെല്ലാവരുമാണ് നമ്മളെ FC മൊബൈൽ
ചാമ്പ്യൻസ് UCL പ്രൈം ടൈം എന്ന ഇവൻറ്റിൽ വരുന്ന കൺഫേം ആയ പ്ലേയേഴ്സ്. ഇനി നമുക്ക് നാളെ 40 ഇയേഴ്സ് ഇവൻറ്റ് വരുന്നുണ്ടല്ലോ. 40 ഇയേഴ്സ് ഇവൻറ്റിൽ 4th വീക്കിലുണ്ടല്ലോ. അപ്പോൾ അതിലത്തെ സാധാരണ പ്ലേയേഴ്സ് നമുക്കുള്ളത്. അപ്പം നാളെ 40 ഇയേഴ്സ് 4th വീക്കിൽ വരുന്ന ഈ പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്. 113 ടി വെർബാറ്റോ വരുന്നുണ്ട്. ഹീറോയ്സ് 113 ലെഫ്റ്റ് വിങ് ഗർവീനോ, 112 ലെഫ്റ്റ് ബാക്ക് റീസെ, 113 ക്യാം ഹാംസി, 113 CM സെറ്റ്വെഞ്ചർ, 113 ആൻഡോന എന്നിവരാണ് കൺഫേം ആയ ഐക്കോണിക് ആൻഡ് ഹീറോയ്സ് പ്ലേയേഴ്സ് ലിസ്റ്റിൽപ്പെട്ട പ്ലേയേഴ്സ്. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പ്ലേയേഴ്സിന് നോക്കാം. ഇതിന് 130 ST വാർഡി, 126 പെപ്പെ, 116 മസ്റാലോയി, 113 CM കമവിങ്ക വരുന്നുണ്ട്. പവാറിൻ്റെ കാർഡ് നിങ്ങൾക്കറിയാം. കുറേ പിച്ച് ബീഡ്സിൻ്റെ അപ്പുറത്താണ് പവാറിൻ്റെ കാർഡ് ലാസ്റ്റ് വന്ന് അടുത്ത് എൻ്റെ രീതിയിൽ പോകുന്നു. 112 CDM കസമീറിൻ്റെ കാർഡ് വരുന്നത് നല്ലൊരു തന്നെ. ഫോർഡർ റൈറ്റിംഗ് ഫോർഡറിൻ്റെ കാർഡ് കുറേ കാലമായിട്ട് വരുന്നുണ്ടാവും. ഫോർഡറിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഫോർഡർ റൈറ്റ് ലാസ്റ്റ് പിച്ച് ബീഡ്സിൽ വന്നുണ്ട്. പിന്നെ 112 ബാർക്കോള കാർഡ് പുറത്ത് വന്നിട്ടുള്ളൂ. ടോട്ടീസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 113 ലെഫ്റ്റ് വിങ് കവർ സ്റ്റൈലിയ വെറും 1000 ഷാർട്സിനായിരിക്കും എന്നാണ് അധികം റൂമർ. അതായത് 6 ഷാർട്സിനൊക്കെ കവർ സ്റ്റൈലിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ലെഫ്റ്റ് വിങ് കാർഡ് സൂപ്പർ കാർഡ് ആയിരിക്കും. 113 ലെഫ്റ്റ് വിങ് ആണ്. 113 ഗോൾ കീപ്പർ ഡിയ ഒരു ബെസ്റ്റ്. ഇപ്പോൾ 113 ഗോൾ കീപ്പർ നല്ലൊരു കാർഡ് തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ഗോൾ കീപ്പറാണ് ഈ വണ്ടിയിൽ ബെസ്റ്റ് 113 റേറ്റഡിൽ വന്നത്. അതാണ് സെസ്റ്റ് മേക്കർ മാത്രമാണ്. അപ്പം അതിൻ്റെ കൂടെ 113 ഗോൾ കീപ്പർ ഡിയും കൂടി വരികയാണ്. അപ്പോൾ ഇതൊരു നല്ല കാർഡാണെന്ന് അധികം ആൾക്കാരും പറയുന്നത്. അപ്പം നാളെ വരുന്ന ഉറപ്പുള്ള പ്ലേയേഴ്സാണ് ഇവരൊക്കെ. പിന്നെ നാളെ നാഷണൽ സ്റ്റോറിൻ്റെ ഏത് വരുന്ന ഉറപ്പില്ല. എന്നാൽ ഇപ്പോൾ അധികം പറഞ്ഞു പോർച്ചുഗൽ കഴിഞ്ഞ മിനിറ്റും സാധ്യതയുള്ള ബ്രസീലൊക്കെയാണ്. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അങ്ങനെ പോർച്ചുഗൽ പറഞ്ഞത്. പോർച്ചുഗലിന് അഥവാ വരികയാണ് പോർച്ചുഗൽ വരാൻ സാധ്യതയുള്ള പ്ലേസ് ഇവരൊക്കെയാണ്. 113 സെൻട്രൽ ബാക്ക് റൊണാൾഡോ വൈഗ, 113 CDM റൂബൻ നവാസ്, 113 എൽബി നൂനോമെൻഡസ്, 112 CM വിത്തീനിയ, 112 ക്യാം ബ്രൂണോ ഫെർണാണ്ടസ്, 112 CV റൂബൻ ബേസ് ആൻഡ് 113 ST ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇവർ എല്ലാവരുമാണ് വരാൻ സാധ്യത ഉള്ള പ്ലേയേഴ്സ്. പോർച്ചുഗലിൽ വന്നാൽ പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബ്രസീലിൻ്റെ പ്ലേയേഴ്സ് വരാനാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഏതൊക്കെയാണ് നോക്കാം. ബ്രസീൽ 110 ST റിച്ചാർഡ്സൺ, 113 സ്റ്റാവിയോ, 113 ST മാത്തസ് കുൻഹ, 113 ഗോൾ കീപ്പർ അലിസൺ വരുന്നുണ്ട്. 112 CDM കസമേരിയോ, 112 CB മാർക്കിനോസ്, 113 ലെഫ്റ്റ് വിങ് വിനീഷ്യസ്, 113 റൊണാൾഡോ എന്നിവരാണ് വരുന്നത്. പിന്നെ ഈ നാഷണൽ സ്റ്റോറി മിക്കവാറും നാളെ വരാൻ സാധ്യത അത്രക്കില്ല. എന്നാൽ സാധ്യതയുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അധികം വരാൻ സാധ്യത നാളെ. എന്നാലും എൻ്റെ രീതിയിൽ ഗോളേഴ്സ് എറ പറഞ്ഞ ഇവൻ്റ് വരുന്നുണ്ടല്ലോ. അതായത് നെക്സ്റ്റ് ഈ തേഴ്സ്ഡേയിൽ അത് നെക്സ്റ്റ് തേഴ്സ്ഡേ വരുന്നുണ്ട്. 115 ആയിരിക്കും അപ്പോൾ മാക്സ് റൈറ്റ് കാർഡ്സ്. അപ്പോൾ വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ ബ്രസീലിനായിരിക്കും ഏറ്റവും ഫസ്റ്റ് വരാൻ സാധ്യത നമുക്ക് ഉറപ്പിക്കാം. ബ്രസീലിൽ വരാൻ ഏറ്റവും ഉറപ്പായ പ്ലേസ് വരും. പക്ഷേ ഇനി ഇതിൽ വരാൻ സാധ്യത കുറവാണ് ബ്രസീലിൽ എനിക്ക് തോന്നുന്നു. കാരണം റൊണാൾഡോ ഓൾറെഡി UCL ഉറപ്പായ പ്ലെയറാണ്. വിനീഷ്യസ് ഉറപ്പായ പ്ലെയറാണ്. അതുപോലെ കസമീർ ഓരൊക്കെ ഉറപ്പായ പ്ലേയേഴ്സാണ്. ഇതിൽ സെവിയോ ഉറപ്പായ, റിച്ചാർഡ്സണൊക്കെ ഉറപ്പായ രീതിയാണ്. UCL അതിലൊക്കെ ഉറപ്പായ പ്ലേയേഴ്സിൽ പെട്ടവരാണ്. അപ്പം എൻ്റെ ഒരു ബ്രസീലായിരിക്കും വരാൻ സാധ്യത. പിന്നെ നമുക്ക് ഉള്ളത് പോർച്ചുഗലാണ്. പോർച്ചുഗലിൽ ഇതിൽ ബ്രൂണോ ഫെർണാണ്ടസ് 113 കാർഡ് ഓർഡർ വരുന്നുണ്ട്. വിത്തീനൻ്റെ വൈറ്റിങ് വരുന്നുണ്ട് തോന്നുന്നു. ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ ഇതിലധികം പ്ലേയേഴ്സിൻ്റെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മിക്കവാറും നമുക്ക് തോന്നുന്നത് നാളെ നാഷണൽ സ്റ്റോർ വരാൻ സാധ്യതയില്ല. ഇനി അഥവാ വന്നാൽ ഇനി ഇവിടുത്തെ രണ്ടുകാലത്ത് അല്ലാതെ വരാനും സാധ്യതയില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ബ്രസീലിനുമാണ്. അപ്പോൾ അതായത് നാളെ വരാൻ സാധ്യതയില്ല. മിക്കവാറും നാഷണൽ സ്റ്റോർ കഴിഞ്ഞിട്ടുള്ള മാച്ചായിരിക്കും വരിക. ഇത് നാളെ വന്നാൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന പ്ലേയേഴ്സുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും മറക്കേണ്ട 150 ഷാർട്സിന് ട്രിക്ക് വീഡിയോ എല്ലാവരും പോയി കാണാം. പിന്നെ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ഓവർ എത്രയാണെന്നും കൂടി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പിൻ ചെയ്യുക. ഓവർ എത്ര നിങ്ങളവിടെ വിടുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതേപോലത്തെ ഇനിയും വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട 150 ഷാർട്ട് സ്റ്റിക്ക് എക്സ്ട്രാ ഷാർട്ട് സ്റ്റിക്കിൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ നോക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ഇനി കാണാം.